നമസ്കാരം. കർക്കിടകത്തിൽ രാമായണത്തിന് പ്രാധാന്യമുള്ളതുപോലെ ചിങ്ങമാസത്തിൽ ഹൈന്ദവ വിശ്വാസപ്രകാരം ഏതെങ്കിലും ഗ്രന്ഥപാരായണമോ മറ്റോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥത്തിന് പ്രാധാന്യമുണ്ടോ? തീർച്ചയായും. അതായത് കർക്കിടക മാസം ശ്രീരാമനോട് ബന്ധപ്പെട്ട കഥകളെ പുരസ്കരിച്ചുകൊണ്ടുള്ളതാണ് രാമായണം. എന്നാൽ ആ കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങമാസത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോൾ പുരാണപരമായിട്ടും ആത്മീയപരമായിട്ടും വിജ്ഞാനപ്രദമായിട്ടും ഒക്കെ ചിന്തിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം ചിങ്ങമാസത്തിൽ വായിക്കാറുണ്ട്. രാമായണത്തെപ്പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാലത്ത് ഹൈന്ദവ കുടുംബങ്ങളിൽ ഈ പുസ്തകം വളരെ ക്രമാനുഗതമായിട്ട് വായിക്കുന്ന ഒരു സ്വഭാവം പണ്ടുണ്ടായിരുന്നെങ്കിലും ഈ കാലഘട്ടത്തിൽ രാമായണത്തിന് പ്രസക്തി വർദ്ധിച്ചതോട് കൂടിയിട്ട് അപ്രസക്തമായ ഒരു പുസ്തകമായിട്ട് തീർന്നിരിക്കുകയാണ് കൃഷ്ണപ്പാട്ട് അല്ലെങ്കിൽ കൃഷ്ണഗാഥ എന്ന് പറയുന്ന പുസ്തകം. വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അലങ്കാരപരമായിട്ട് നോക്കിയാലും രചനാപരമായിട്ട് നോക്കിയാലും കാവ്യഭംഗി നോക്കിയാലും ഭക്തി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാലും ഒക്കെ തന്നെ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കൃതിയാണ് കൃഷ്ണഗാഥ. ഭാഷാ അധ്യാപകന്മാർക്കും അതുപോലെ തന്നെ ഭാഷയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും അതിന് പറ്റിയ വാക്കുകൾ കണ്ടെത്തുവാനും ഒക്കെ ആയിക്കൊണ്ട് ഈ കൃഷ്ണഗാഥയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ ഒരു ചെറിയൊരു കഥയുമുണ്ട്. വടക്കേ മലബാറിലെ പ്രശസ്തമായിട്ടുള്ള ഒരു രാജകുടുംബമുണ്ട്. ചിറക്കൽ രാജകുടുംബം എന്നാണ് പറയുക. ആ ചിറക്കൽ രാജകുടുംബത്തിൻ്റെ ഒരു ആസ്ഥാന കവിയായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി. വളരെ വിദ്വാനും വിൽപ്പത്തിയുള്ള ഒരാളും ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു ദിവസം രാജ്ഞി തൻ്റെ കുട്ടിയെ താരാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന വേള ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാജാവും നമ്മുടെ ചെറുശ്ശേരി നമ്പൂതിരിയും കൂടിയിട്ട്. ആ കളിയിൽ രാജാവ് തോൽക്കുമെന്നുള്ള ഒരു അവസ്ഥ വന്നു. അപ്പോൾ രാജാവിനോട് നേരിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ചതുരംഗത്തിൽ അപാരമായ പ്രാവീണ്യമുള്ള ഒരു സ്ത്രീയായിരുന്നു മഹാറാണി. പക്ഷേ ഇത് കുട്ടിയെ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുന്ന വേളയാണ് ഈ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു കരു മാറ്റിക്കഴിഞ്ഞാൽ രാജാവ് തോൽക്കും. അതാരെ നീക്കണം എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് മളയുണ്ട്. അതൊരു വൃത്ത രൂപത്തിലാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ബുദ്ധിമാനായിട്ടുള്ള രാജാവിന് കാര്യം മനസ്സിലായി. തൻ്റെ പട്ടമഹിഷി പാടിയിട്ടുള്ളത് താരാട്ട് പാട്ട് ആണെങ്കിലും കൂടിയിട്ട് ഭംഗ്യന്തരേണ വ്യംഗ്യന്തരേണ അതിൽ ഗുണീഭൂതമായിട്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളെ ഉന്തിയാൽ മാത്രമേ ജയിക്കുകയുള്ളൂ എന്നാണ് അതിന് അന്തർഗതം. അങ്ങനെ മഹാരാജാവ് എന്ത് ചെയ്തു? ആളെ ആ ചതുരക്കട നീക്കുകയും ആ ചതുരംഗത്തിൽ രാജാവ് ജയിക്കുകയും ചെയ്തു. പക്ഷേ ചെറുശ്ശേരിക്ക് അത്ര മനസ്സിലായതുമില്ല. എങ്കിലും രാജാവ് ജയിച്ചു. പിന്നീട് രാജാവിനൊരു മോഹം. കാരണം ഇത്രയും പണ്ഡിതനായ ഈ ചെറുശ്ശേരിയെ കൊണ്ട് തൻ്റെ ഭാര്യ ചൊല്ലിയ ആ പാട്ടിൻ്റെ ഈണത്തിൽ ഒരു കവിതാ സമാഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെറുശ്ശേരിയോട് പറയുകയാണ്. അതിൻ്റെ പേരാണ് കൃഷ്ണഗാഥ എന്ന് പറയുന്നത്. വൃത്തങ്ങൾ പൊതുവെ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് സംസ്കൃത വൃത്തങ്ങളുണ്ട്, അതുപോലെ തന്നെ ദ്രാവിഡ വൃത്തങ്ങളുമുണ്ട്. ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയിരിക്കുന്നത് മഞ്ചരി വൃത്തത്തിലാണ്. കാകളിക്കാദ്യപാദാതോ രണ്ടോ മൂന്നോ ഗണങ്ങളെ അയ്യഞ്ച് ലഘുവാക്കിയിലുള്ളവാം കളകാഞ്ചികൾ, അങ്ങനെ വൃത്തമുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ശതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാം
രണ്ടക്ഷരം കുറഞ്ഞീടിൽ അത് മഞ്ചരിയായിടും എന്നാണ് അതിൻ്റെ നിയമം. മഞ്ചരി വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. ശ്രദ്ധകാകളി വൃത്തം തെറ്റിയ കാകളി, അതായത് മാത്രം 5 അക്ഷരം 3 വരുന്ന ഗണങ്ങളെ ഇട്ടുചേർത്ത ഉള്ള ഈരടിക്കാണ് കാകളി എന്ന് പറയുന്നത്. എന്നാൽ ആ കാകളിയിൽ ചില ഭാഗങ്ങൾ വൃത്തം തെറ്റിയിട്ട് മാത്രം തെറ്റിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശ്രദ്ധകാകളിയായി. ആ ശ്രദ്ധകാകളി വൃത്തത്തിൽ രണ്ടാമത്തെ പാദം, രണ്ടാമത്തെ വരിയിൽ 2 അക്ഷരം കുറഞ്ഞാലാണ് അത് മഞ്ചരി വൃത്തമായിട്ട് തീരുന്നത്. അപ്പോൾ മഞ്ചരി വൃത്തം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്രാവിഡ വൃത്തമാണ്. ഈ വൃത്തത്തിലാണ് ചെറുശ്ശേരി ഈ ഗാഥ രചിച്ചിട്ടുള്ളത്. അതായത് ശ്രീകൃഷ്ണൻ്റെ ചരിത്രം, അതായത് ദശമസ്കന്ധം, ഭാഗവതത്തിലെ ദശമസ്കന്ധമാണ് ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇത് വളരെ ആലങ്കാരികമായിട്ട് അനുഭൂതി ഭദ്രമായിട്ട് എഴുതുകയാണ് ചെറുശ്ശേരി ചെയ്തിട്ടുള്ളത്. ഈ കൃഷ്ണഗാഥ ചിങ്ങമാസത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകും എന്ന് മാത്രമല്ല, ദാരിദ്ര്യം അകന്നു പോവുകയും അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടായിത്തീരുകയും ചെയ്യും. സംസ്കൃത ഭാഷ വശമുള്ള ആളുകൾക്ക് മാത്രമേ പൊതുവെ ഭാഗവതത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ കൃഷ്ണഗാഥ വായിക്കുമ്പോൾ ലളിതമായ മലയാളത്തിലൂടെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകൾ നമുക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കൃഷ്ണഗാഥയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ചിങ്ങമാസത്തിൻ്റെ തുടക്കം തൊട്ട് നാം കൃഷ്ണപ്പാട്ട് വായിക്കണം എന്ന് പറയുന്നത്. ഒരു കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഭവനങ്ങളിൽ കൃഷ്ണഗാഥ പതിവായിട്ട് വായിക്കുന്ന ഒരു ഏർപ്പാട് ഉണ്ടായിരുന്നു. രാമായണത്തെ ഒരു തരത്തിൽ രാമായണത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ഒരു കാലത്ത് കൃഷ്ണഗാഥയ്ക്കാണ് ഉണ്ടായിരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. കാരണം പൂർണ്ണ അവതാരമാണല്ലോ ശ്രീകൃഷ്ണൻ്റെ അവതാരം. മത്സ്യ കൂർമ്മോ വരാഹോ നൃഹരി വടൂർ ഭാസ്കരോ രാമചന്ദ്ര സീരി കൃഷ്ണശ്ച കൽഖിയും എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ പൂർണ്ണമായ അവതാരമാണ് ശ്രീകൃഷ്ണൻ്റെ അവതാരം. അതാണ് ശ്രീകൃഷ്ണൻ്റെ ഒരു വലിയ പ്രത്യേകത. അതാണ് അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകൾ വളരെ മനോഹരമായിട്ട് വ്യാഖ്യാനം ചെയ്തതാണ് കൃഷ്ണപ്പാട്ട്. അതുകൊണ്ട് ഭവനങ്ങളിൽ ഈ കൃഷ്ണഗാഥ പതിവായിട്ട് വായിക്കുന്നത് രാമായണം വായിച്ചാൽ കിട്ടുന്ന അതേ അനുഭൂതിയും അതേ ഭക്തിയും അതേ ഭക്തിരസവും എല്ലാം തന്നെ ഭക്തരിലേക്ക് എത്തിച്ചേരുവാൻ പര്യാപ്തമായിട്ടുള്ള ഒന്നാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ.